ദേവസുധ സന്തതികളെ വിശുദ്ധരെ, ദേവപുരവാസികളോടൊന്നു ചേർന്നിടും ശോഭനാപുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പാൻ പോകാൻ നമുക്കേ. മോദാൽ വസിപ്പാൻ പോകാൻ നമുക്കേ. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തു പാർക്കുന്നുണ്ടു നാമും ചേർന്നിടുവാനായി. ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി വിളിച്ചിടുന്നു പോകാം നമുക്കേ. വിളിച്ചിടുന്നു പോകാം നമുക്കേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണരുവാനും കർത്താവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസത്തിലേക്ക് പ്രവേശിപ്പാനും തന്ന ഭാഗ്യത്തിനായി സ്തോത്രം, 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 സ്തോത്രം. അപ്പ എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളെയും ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും ഉള്ളതുപോലെ അറിയുന്ന അപ്പൻ്റെ പാദപീഠത്തിലോട്ട് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടിയുണ്ടത് നിശ്ചയമാണ്. എൻ്റെ സ്വർഗം ഞങ്ങളെ മാനിക്കും. ഇന്ന് വരെ നടത്തിയ ദൈവം ഞങ്ങളെ വീണ്ടും നടത്തും. സർവശക്തനായ അപ്പൻ്റെ കരങ്ങളിലോട്ട് ഞങ്ങളെ സമ്പൂർണ്ണമായും താഴ്ത്തി സമർപ്പിക്കട്ടെ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകളെ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം അപ്പത്തിൻ്റെ പാദപീഠത്തിൽ ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹമൊക്കെ എൻ്റെ അപ്പൻ്റെ പക്കലാ ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഏൽപ്പിക്കുകയാ. പരമായിരിക്കുന്ന ഈ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതെ വണ്ണം ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിരെയും ഞങ്ങൾക്കുള്ളവരെയും എല്ലാം സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം അവിടുന്ന്. ഇന്ന് വരെ ഞങ്ങളെ കൺമണി പോലെ സൂക്ഷിച്ച ദൈവം അവിടുന്ന്. അനർത്ഥം വ്യസനകരമായി തീരാതെ ഉള്ളം കരത്തിൽ വഹിച്ച ദൈവം അവിടുന്ന്. എല്ലാറ്റിനും നന്ദിയും സ്തുതിയും സ്തോത്രവും കരയറ്റുകയാണ്. വീണ്ടും കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ നടത്തണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനത്തെയൊക്കെ മാനിച്ചു കൊള്ളുമാറാകണം. അവരുടെ പോക്കിലും വരവിലുമെല്ലാം കൂടെയിരിക്കണം. ശത്രു അവരെ കാണരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഭയത്തിലും പ്രാർത്ഥനയിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാൻ സഹായിക്കണം. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കും. ഈ പുതുവർഷക്കാലം പുതിയ ബുദ്ധിജ്ഞാനവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താട്ടെ. അവരുടെ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും കൂടെ ഇരുന്നാട്ടെ. എല്ലാ ആപത്തനത്തിൽ നിന്നും വിടുവിച്ചു കൊള്ളണമേ കർത്താവേ. ദൈവമായ കർത്താവേ, മറ്റ് വിവിധ കോഴ്സുകളിലെ ഡിഗ്രിക്കായിരിക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, OITയും IELTSഉം പഠിക്കുന്നവർ, പമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ഹാർഡിൻ്റെ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നവർ, ദൈവമായ കർത്താവെ, ഈ സമയം ജർമ്മൻ പഠിക്കുന്ന മക്കൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്നവർ, അതിനായി പ്രയത്നിക്കുന്ന മക്കൾ, ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തിന് ഭംഗം വരുവാൻ അനുവദിക്കാതെ വണ്ണം അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് ജീവിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുക. അത്ഭുത വഴിപാതിൽ തുറന്നു കൊടുത്ത് മാനിക്കുമാറാകണം. ജയത്തോടവരെ നടത്തുമാറാകണം. അവരുടെ ലക്ഷ്യസ്ഥാനത്തവരെ കൊണ്ടുവന്നെത്തിക്കണം. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടവരായി കാണപ്പെടുവാൻ സഹായിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന പിതാവേ, ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ അവർക്ക് തുറന്നു കൊടുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടണം. സ്വർഗം അവരെ സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ കൈവിടല്ലേ അപ്പ, ഉപേക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിസയടിച്ച് ലഭിക്കേണ്ട ജീവിതങ്ങളൊക്കെ ഉണ്ട് കർത്താവേ. പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് നാഥ. അവിടുന്ന് കനിവ് തോന്നുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. സമാധാനത്തിന് ദൈവകൃപയിലും ജീവിപ്പാൻ ഇടയാക്കണം. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. പലവിധ ഭാരങ്ങളുടെ നടുവിൽ വലയുന്ന തൻ്റെ കുഞ്ഞുങ്ങളോട് മനസ്സറിയണമേ, കരുണ തോന്നണമേ. മദ്യപാനികളായ ഭർത്താവിനെ ചൊല്ലി വേദനിക്കുന്നവരുണ്ട് കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്താട്ടെ. അവരൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കടന്നു വരട്ടെ. സ്വസ്ഥതയുള്ള ജീവിതം നയിക്കട്ടെ കർത്താവേ. അവരുടെ പൈതങ്ങളോടൊക്കെ മനസ്സലിവ് കാണിച്ചാട്ട് കർത്താവേ. മാതാപിതാക്കളെ ഛിന്നഭിന്നമായി ജീവിപ്പാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു.
സമാധാനമുള്ള ജീവിതം നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, മഹത്വമേറിയ സാക്ഷ്യമുള്ളവരായിരിക്കാൻ സ്വർഗം സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയഹാലിൽ ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗവും വാഴ്ത്തി അനുഗ്രഹിക്കണം. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗത്തിന്മേലും കർത്താവിൻ്റെ കരം പ്രവർത്തിക്കണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ കാത്തുകൊള്ളുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പുതിയ ജോലികളിൽ അല്ലെങ്കിൽ കർത്താവ് ബിസിനസ്സിനെ ആരംഭിച്ചിരിക്കുന്ന മക്കളൊക്കെ ഉണ്ട് കർത്താവെ. ഒരു കഷ്ടമോ നഷ്ടമോ അവർക്കുണ്ടാകാൻ അനുവദിക്കാതെ വണ്ണം, അവരുടെ വിശ്വാസത്തിന് ഭംഗം വരാതെ വണ്ണം, ദൈവം വലിയ വെച്ചെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളും അവിടെ ചൊരിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമായ കർത്താവെ, പുതിയതായി ആരംഭിച്ച ഓരോ ബിസിനസ്സിൻ്റെ പേരും ദൈവത്തിൻ്റെ കരുണ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളോടൊക്കെ കർത്താവ് ഇടപെടണം. ബുദ്ധിയോടും പ്രാർത്ഥനയോടും നീങ്ങുവാൻ ഇടയാക്കുമാറാകണം. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ ദൈവമേ. ഈ സമയഹാലയിൽ പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ചവരെ ഏൽപ്പിക്കുന്നു. പുതിയ സന്തോഷം സമാധാനമൊക്കെ അവർക്ക് ഒരുക്കി കാത്തോണേ കർത്താവേ. ഈ സമയം ദൂരത്തും ജാരത്തുമായിരിക്കുന്ന എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. വേർപാട് ദുഃഖം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. പ്രത്യാശയോടെ ജീവിപ്പാൻ തക്കണം നിന്റെ മക്കളെയൊക്കെ സഹായിച്ചാട്ട്. ദൈവമായ കർത്താവ് ചില നേർന്ന വേദനകളുടെ നടുവിൽ കടന്നു പോകുന്നവരുണ്ട്. അവരുടെ മേലാലിൽ കർത്താവിൻ്റെ കാര്യം പ്രവർത്തിച്ചു കൊള്ളുമാറാകണം. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കും. നിശ്ചയമായും മാനിക്കും. കഴിഞ്ഞ നാളുകളിൽ വിടുവിച്ച ദൈവം പിന്നെയും വിടുവിപ്പാൻ സർവ്വശക്തനാകയാൽ ബലമുള്ള കരത്തിൽ ഏൽപ്പിക്കുന്നു. സ്തോത്രം. ആമേൻ. ഓരോ മക്കളോടും അവിടുന്ന് സംസാരിച്ചാട്ട് നിൻ്റെ തിരുവചനം ഓരോ മക്കൾക്കും തണുപ്പായി തീരട്ട് കർത്താവേ. അത് വിടുതലും അനുഗ്രഹമായി മാറട്ട് കർത്താവേ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുന്ന ദൈവമെന്ന് എല്ലാ പ്രിയപ്പെട്ടവരും തിരിച്ചറിയാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ രോഗികളെയും ഈ സമയം ഏൽപ്പിച്ചു തരിക. രോഗികൾക്ക് സൗഖ്യം സമാധാനം അപ്പൻ്റെ പക്കലാണ്. എല്ലാ രോഗികളെയും അവിടുത്തെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നു. സൗഖ്യം കാത്തു കിടക്കുന്ന തന്നെ മക്കളാപ്പ. ആശുപത്രി മുറികളിലും ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. ഭവനങ്ങളിൽ കിടക്കകളിലായിരിക്കുന്നവരുണ്ട്. കൈകാൾക്ക് ചലനമില്ലാത്തവരുണ്ട്. കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, പനിയാൽ ചുമയാൽ ശ്വാസം മുട്ടലാൽ ഭാരപ്പെടുന്നവർ, ആമേൻ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, തൈറോയിഡ് ഉള്ളവർ കർത്താവേ. ആമേൻ, എല്ലാവരെയും തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, വയറ്റിൽ മുഴയാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ ദൈവമായ കർത്താവേ അങ്ങ് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ എൻ്റെ കർത്താവേ അവിടുന്ന് സഹായിക്കണമേ, അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ, ദൈവത്തിൻ്റെ വൻകരം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവേ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ കർത്താവേ, അപ്പോൾ നീ അവിടുന്ന് അത്ഭുതം ചെയ്താട്ട്, അത്ഭുതം ചെയ്താട്ട്, മനസ്സലിഞ്ഞ് കരുണ കാണിച്ചാട്ട് കർത്താവേ. എല്ലാ രോഗികൾക്കും നല്ല വൈദ്യനായ ഗിലിയാദിലെ സുഗന്ധ കുഴമ്പുമായി കടന്നു വരണം. ഉച്ച മുതൽ പാദം വരെ തൊടണം. എല്ലാവരെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. എൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നുവരിക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവർക്ക് വചനം കൊടുത്തവരെ സൗഖ്യപ്പെടുത്തണമേ കർത്താവേ. അങ്ങനെ പലവിധ പ്രയാസ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. അങ്ങാണ് മരുന്ന്, അങ്ങാണ് വൈദ്യൻ. തൻ്റെ കുഞ്ഞുങ്ങളെ വിടുതൽ പ്രാപിക്കട്ടെ കർത്താവേ. അവിടുന്ന് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. അങ്ങനെ അടിയൻ മറന്നാലും മറക്കാത്ത രോഗങ്ങളെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേൽപ്പി. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. പ്രിയപ്പെട്ടവരുടെ മാനസാന്തരം കാത്തിരിക്കുന്നവരുണ്ട് കർത്താവേ. ദൈവകൃപയോടുള്ളൊരു ജീവിതം നയിപ്പാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. അവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങണമേ. അവരുടെ കർത്താവെ ആഗ്രഹത്തെ നിവർത്തിക്കണമേ. കുടുംബമായ ദൈവത്തെ ആരാധിപ്പാൻ സഹായിക്കണമേ കർത്താവേ. എല്ലാം അപ്പൻ്റെ പാദപ്പെടുത്തിൽ ഏൽപ്പിക്കും. ഞങ്ങളുടെ ഭവനം പരിശ്രമേൽപ്പിക്കും. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ രാജ്യങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണം. എല്ലാ അധികാരികളെയും കർത്താവ് കാത്തുകൊള്ളണം. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണം കർത്താവ്. ആരും കഷ്ടമനുഭവിപ്പാൻ അനുവദിക്കലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഹാലലിയ പ്രതീക്ഷാപത്തിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിക്കണം. മെച്ചങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും മഹാമാരിയും ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിച്ചാട്ട് ദൈവമേ. എല്ലാ നന്മയും അനുഗ്രഹം തന്ന് ഞങ്ങളെ സഹായിക്കണം. പാപം കൂടാതെ ജീവിപ്പാൻ ഇടയാക്കണം. ഞങ്ങളുടെ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. ആമേൻ. വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണിയൊരുക്കണം. അവരുടെ വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചുകൊള്ളുമാറാകണം. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം നൽകണമേ. കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണം. അവർ പൂർണ്ണമായും സ്വസ്ഥരാകട്ടപ്പ. നീ അവരുടെ ഭാരം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കണം. ആമേൻ. എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയുന്നു. അപ്പോൾ ഹാലലിയ വാഹനം ഓടിക്കുന്ന മക്കളെ പ്രത്യേകിച്ച് ഓർക്കുന്നു.
ഓരോ വാഹനത്തിലും അപ്പച്ചൻ്റെ കരം ചാർത്ത് പിടിച്ചോണം. ആപത്തനത്തിൽ നിലവരെയും വിടുവിക്കണം. അവർക്ക് വേണ്ടുന്നെല്ലാം കൊടുത്ത് പോറ്റി പുലർത്തണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.